Hi everyone. നമ്മൾ ഇന്ന് 10.5 10.7 സെക്ഷൻസ് ആണ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഇത് ഏതാണ്ട് നമ്മുടെ പോർഷന്റെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. 10.5 വന്നിട്ട് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഹീറ്റ് കണ്ടക്ഷൻ ഇൻ എ റോഡ് എന്നാണ് ടോപ്പിക്. ഇതിൽ പറയുന്നത് നമുക്ക് 3 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിനോമിന ഉണ്ട്. ഒന്ന് ഡിഫ്യൂസീവ്, ഒന്ന് ഓക്സിലേറ്ററി, ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ്. അതേപോലെ ഇക്വേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, വേവ് ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിനോമിന? ഡിഫ്യൂസീവ്, ഓക്സിലറേറ്ററി, സ്റ്റഡി സ്റ്റേറ്റ്. അതേപോലെ ഈ സ്റ്റഡി സ്റ്റേറ്റിന് തന്നെയാണ് ടൈം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇക്വേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഹീറ്റ് കണ്ടക്ഷൻ, വേവ് ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ, സപ്പോസ് നമുക്ക് ഒരു ഹീറ്റ് കണ്ടക്റ്റിംഗ് സോളിഡ് ബാർ ഉണ്ടായെന്ന് വിചാരിക്കുക. ഹീറ്റ് കണ്ടക്റ്റിംഗ് സോളിഡ് ബാർ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു എൽ വരെ യു ഓഫ് എക്സ് കോമ ടി എന്നുള്ള ഫംഗ്ഷൻ ആണ് അതിൻ്റെ ആ റൗണ്ട് വരുന്നത്. വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ബാർ ഈസ് ഗവേൺഡ് ബൈ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനെ നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയും. ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ടി ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ 0. ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. എന്താണ് ആൽഫ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി. ആൽഫ സ്ക്വയർ ഈക്വൽ ടു കാപ്പ ബൈ റോ എസ്. u of x comma 0 equal to f of x. 0 less than or equal to x less than or equal to l. u of 0 comma t equal to 0. u of l comma t equal to 0. The fundamental problem of heat conduction is to find u of x comma t that satisfies the differential equation 1 for 0 less than x less than 1 and for t greater than 0, and initial condition 3 when t equal to 0 and boundary conditions 4 at x equal to 0 and x equal to 1. Thermal diffusibility of some particular materials ഒരു ടേബിൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിപ്പോയിക്കോളൂ. ഇനി ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഫോർ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻസ്. ഇവിടെ വുഡിന് യെല്ലോ പൈനിന് 0.00082 ഉണ്ട്. സിൽവറിന് 1.6563 ഉണ്ട് ഈ കണ്ടക്ഷൻ ഡിഫ്യൂസിവിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി. ഇത് നമ്മൾ നോക്കുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ്. നമുക്ക് യു ഓഫ് എക്സ് കോമ ടി എന്നുണ്ടാവും. അതിന് നമ്മൾ വേരിയബിൾസിൻ്റെ സെപ്പറേഷൻ വെച്ചിട്ട് ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് എന്നും ക്യാപിറ്റൽ ടി ഓഫ് ടി എന്നും സ്മോൾ എക്സ് എന്നുള്ള വേരിയബിളിലെ ഒരു ഫംഗ്ഷനും സ്മോൾ ടി എന്നുള്ള വേരിയബിളിലെ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ആൽഫ സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ടി ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് ടി ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. Thus we will write the above equation as, ഇത് നമ്മൾ ഈ ഡെറിവേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് ടീനെ മാറ്റി എടുത്തിട്ട് notation is intended to indicate that the functions x and t depend on the variables x and t. Alpha square x double dash of t minus x t dash വരും. അപ്പോൾ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ ആൽഫ സ്ക്വയർ ടി ഡാഷ് ബൈ ടി എന്ന് വരും. അതിൽ നിന്ന് എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ ആൽഫ സ്ക്വയർ ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്നും ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0 എന്നും കിട്ടും. അങ്ങനെ ഇത് നമ്മൾ ഫോർ യു ഓഫ് ടി കോമ എക്സ് കോമ ടി ഇക്വേഷൻ നമ്പർ 5
ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഓഫ് 0 കോമ ടി ഈക്വൽ ടു എക്സ് ഓഫ് 0 ക്യാപിറ്റൽ ടി ഓഫ് ടി ഈക്വൽ ടു 0, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് എൻ ഓഫ് എൽ ഈക്വൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ, x lambda n equal to n square pi square by L square, t dash plus n square pi square alpha square by L square t equal to 1. Un of x comma t equal to e to the power minus n square pi square alpha square t square by L t by L square sin n pi x by t. ഇതാണ് നമ്മൾ ഫണ്ടമെന്റൽ സൊല്യൂഷൻസ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ solutions of heat conduction problems. Examples on worked out examples on the graph. Check here. Test problems ഉണ്ട്. നമ്മൾ ഇനി ഇത് സ്കിപ്പ് ചെയ്തിട്ട് 10.6 നമ്മൾ നമ്മുടെ സിലബസിൽ ഇല്ല. നമ്മൾ 10.7 ആണ് നോക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 504ലാണ് വരുന്നത്. ഇതെവിടെയുണ്ട്? 503, 504. The wave equation, vibrations of elastic string. നമ്മൾ സെക്കൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എല്ലാം ഒക്കെ ഫ്രീലി ഇൻ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ വരുന്നത് വേവ് ഇക്വേഷൻ ആണ്. ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വേവ് ഇക്വേഷൻ ആണ്. സം ഫോം ഓഫ് ദിസ് ഇക്വേഷൻ or generalization of it almost inevitably arises in any mathematical analysis of phenomena involving the propagation of waves in a continuous medium. For example, the studies of acoustic waves, water waves, electromagnetic waves, and seismic waves are all based on this equation. Perhaps the easiest situation to visualize occurs in the investigation of mechanical vibrations. Suppose that the elastic string of length L is tightly stretched between two supports at the same horizontal level so that the x-axis lies along the string x equal to 0 to x equal to L. The elastic string may be thought of as a guitar string, guy wire, or possibly an electric power wire. Suppose a string is set in motion, plucking, എന്തെങ്കിലും നമ്മൾ ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്തെങ്കിലും മൂവ് ചെയ്യിക്കാന്ന് വിചാരിക്കുക. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഇങ്ങനെ 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 മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇനീഷ്യലി ഒരു പ്ലെയിൻ ആയിരുന്നു, അതിന് നമ്മൾ ഒരു മോഷൻ കൊടുത്താൽ അതിങ്ങനെ വേവായിട്ട് മൂവ് ചെയ്ത് നോക്കും. Displacement experienced by the string at a point x and time t. If damping effects such as air resistance are neglected, and if the amplitude of the motion is not too large, അധികം ആംപ്ലിറ്റ്യൂഡ് ഇല്ലാത്ത മോഷനും എയർ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ നെഗ്ലിജിബിളും ആണെങ്കിൽ u of x comma t satisfies the partial differential equation a square uxx plus
എ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി ടി എന്ന് വരും. അതാണ് ബേസിക്കലി വേവ് ഇക്വേഷൻ. ഇതിനാണ് നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളാം. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി ടി. ഇതിനകത്ത് തന്നെ നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എ സ്ക്വയർ അപ്പിയേഴ്സ്, അത് ടി ബൈ റോ ആണ്. ഇനിയും ടി എന്ന് പറയുമ്പോൾ ആ സ്ട്രിങ്ങിലുള്ള അതിൽ ചെലുത്തുന്ന ടെൻഷൻ അഥവാ ഫോഴ്സ് ആണ്. റോ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. It follows that A has units of length or time, that is velocity. In problem 14, it is shown that A is the velocity of propagation of waves along the string. To describe the motion of the string completely, it is necessary also to specify suitable initial and boundary condition for the displacement u of x comma t. Thence are assumed to remain fixed, and therefore the boundary conditions are u of 0 comma t equal to 0, u of L comma t equal to 0, t greater than or equal to 0. Since the differential equation one of the second order with respect to t, it is plausible to prescribe the two initial conditions. These are the initial position of the string. U of x comma 0 equal to f of x, u of x comma 0 u t of x comma 0 equal to g of x for 0 less than or equal to x less than L. ശേഷം നമ്മൾ എഫ് ഓഫ് 0 equal to f of L equal to 0 എന്ന് എടുത്തു, g of 0 equal to g of L equal to 0 എടുത്തു. എനിക്ക് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. u of 0 comma t equal to 0, x equal to L, u of L comma t equal to 0, alpha square u x x equal to u t t, u of x 0 equal to f of t, u t of x comma 0 equal to g of t. പിന്നെ a square u x x plus u y y equal to u t t. a square അത് നമ്മൾ 3 ഡയമെൻഷനിൽ, ഇത് 2 ഡയമെൻഷനിൽ, 3 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ഓൾറെഡി 1 ഡയമെൻഷനിലെ കേസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ഡയമെൻഷനിലാണെങ്കിൽ a സ്ക്വയർ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു യു ടി ടി എന്നും, 3 ഡയമെൻഷനിലാണെങ്കിൽ a സ്ക്വയർ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ പ്ലസ് യു ഇസഡ് ഇസഡ് ഈക്വൽ ടു യു ടി ടി എന്നുമാണ് കിട്ടുക. ഇനി നമുക്ക് പോവാം. എലാസ്റ്റിക് സ്ട്രിങ് വിത്ത് നോൺ സീറോ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് നോൺ സീറോ ആണ്. അപ്പോൾ എ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി ടി എന്ന് വരും, യു സീറോ ടി ഈക്വൽ ടു 0 എന്ന് വരും, യു എൽ ടി ഈക്വൽ ടു 0 എന്ന് വരും, ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, യു എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, യു ടി ഓഫ് എക്സ് 0 ഈക്വൽ ടു 0, where f is a given function describing the configuration of the string at t equal to 0. The method of separation of variables can be used to obtain the solution of equation 1, and assuming u of x comma t equal to x of s t of t, x double dash of x equal to 1 by a square t double dash by t equal to minus t, x square x double dash plus lambda x equal to 0, t double dash plus a square lambda t equal to 0, x square equal x of 0 equal to 0, x of t equal to 0, t dash of 0 equal to 0, lambda equal to n square lambda square by L square, n equal to 1 to etc. അതിൽ നിന്ന് നമുക്ക് using the value of lambda given in equation 16 and in equation 13 we obtain t double dash plus n square lambda n square pi square a square by
L square t equal to 0. T of t equal to k1 cos n pi at by t plus k2 sin n pi at by t. Un of x comma t equal to sin n pi x by L plus cos n pi at by L. N equal to 1 to infinity. A of x comma u of x comma y equal to summation Cn un of x comma t equal to summation n equal to 1 to infinity Cn sin n pi x by L cos n pi at by L എന്ന് കിട്ടി. അതിന് നമുക്ക് എന്താ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, യു ഓഫ് എക്സ് നോൺ സീറോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എഫ് ഓഫ് എക്സ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 21. Consequently, coefficients must be coefficients in the Fourier sine series. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി എന്ന് പറയുന്ന കേസ് കിട്ടും. പിന്നെ എന്താ പറയണതെന്ന് വെച്ചാൽ എൻ പൈ എ എൽ ഫോർ n1 2 etc are natural frequencies for the string. ഡിസ്പ്ലേസ്മെന്റ് പാറ്റേൺ ആൻഡ് നാച്ചുറൽ മോഡ് എന്ന് പറയുക ആ വേവ് സ്പേഷ്യൽ പീരിയഡ് 2L/n വേവ് ലെങ്ത് ഓഫ് ദ മോഡ് ഫ്രീക്വൻസി എന്നും പറയും. ഇവിടെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇലാസ്റ്റിക് സ്ട്രിംഗ് വിത്ത് നോൺ സീറോ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ എന്താ വരിക, എ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി ടി എന്ന് വരും. യു 0, ടി ഈക്വൽ ടു 0, യു എൽ ടി ഈക്വൽ ടു 0, യു എക്സ് 0 ഈക്വൽ ടു 0, യു ടി ഓഫ് എക്സ് 0 ഈക്വൽ ടു ജി ഓഫ് എക്സ്, ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എൽ എന്ന് കിട്ടും. The solution of this problem can be obtained by following the procedure described above for the problem. Separating variables ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എക്സ് ഓഫ് എക്സ് സെയിം ആസ് ബിഫോർ കിട്ടും. അവിടുന്ന് ലാംഡ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയറും എക്സ് ഓഫ് എസ് ഈസ് പ്രപ്പോർഷണൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നും എടുക്കാം. Differential equation for t of t is also the same as before. T double dash plus n square pi square a square by l square t equal to 0. T of 0 equal to 0. T of t equal to k1 cos n pi a t by t, k2 sin n pi a t by t, u dt of x of t equal to summation sin n pi x by L sin n pi at by L n equal to 1 2 3. അത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് n pi a by L k n equal to 2 by L 0 to L g of x sin n pi x by L dx കിട്ടും. ഇത് ഈ ജനറൽ പ്രോബ്ലം ഫോർ ഇലാസ്റ്റിക് സ്ട്രിങ്ങിന് നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. അത് നമ്മൾ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നുള്ള ഐഡിയയിലേക്കാണ്. A general problem for elastic string. Finally, we turn to the problem consisting of wave equation 1, boundary condition and general initial condition. U of x comma 0 equal to f of 0, u t of x comma 0 equal to g of 0,
0 less than x less than 1, where f of x and g of x are the given initial condition, initial position and velocity. F position, g velocity respectively of the string. Although the problem can be solved by separating the variables as in the cases described previously, it is important to note that it can also be solved simply by adding together the two solutions that we obtained above. Separation of variables ചെയ്യാമെങ്കിലും two solutions obtained above add ചെയ്തിട്ട് easy ആയിട്ട് solve ചെയ്യാൻ പറ്റും. To show that this is true, let v of x comma t be the solution of the problem 1, 3 and 9, and let w of x comma t be the solution of the problem 1, 3 and 31. Therefore, thus v of x comma t is a given equation 20 and 22, and w of x comma t is given by equation 34 and 36. Now let u of x comma t equal to v of x comma t plus w of x comma t. What problem does u of x comma t satisfy? First observe that u a square u xx minus utt minus a square vxx minus btt plus a square wxx minus wtt equal to 0 plus 0 equal to 0. U of t comma t satisfies the wave equation. Next we have u of 0 comma t equal to v of 0 comma t plus w of 0 comma t equal to 0 plus 0 equal to 0. U of x comma t equal to v of l comma t plus w of l comma t equal to 0 plus 0 equal to 0. So u of x comma t satisfies boundary condition 3. അപ്പം എന്താ വരിക u of x comma t equal to v of x comma t plus w of x comma t x comma 0. അതെന്താ f of x plus 0, അത് f of x ആണ്. u t of x comma 0 എന്താ v t of x comma 0 plus w t of x comma 0. 0 plus w g of x ആണ്, അത് g of x ആണ്. അപ്പം എന്താ ജനറൽ ഇനീഷ്യൽ കണ്ടീഷൻസ് u of x comma t സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Now we can restate the result we have just modified in the following way. Solve the wave equation with the general initial condition. You can solve instead of somewhat simpler problems with the initial conditions respectively and then add the two solutions. This is another use of principle of superposition. Principle of superposition ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ റെക്കോർഡഡ് ലെക്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.